വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഈ കാർ വാഷർ റെസ്ക്യൂ ടെക് എന്ന കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങുകയാണ് ചെയ്തത്. 2.5 വർഷമായി. അത് പൂനെയിലാണ്. ആ പൂനെയിൽ നിന്ന് ഇപ്പോൾ ഞാൻ സർവീസ് ടെക്നീഷ്യനോട് വിളിച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ പമ്പിൻ്റെ ഭാഗത്ത് ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ 20W40 എഞ്ചിൻ ഓയിലാണെന്ന് വെക്കേണ്ടത് 60 മില്ലി. അത് എങ്ങനെയാണ് അഴിച്ച് അത് എഞ്ചിൻ ഓയിൽ മാറ്റുന്നതെന്ന് നോക്കാം. 2 സൈഡിലെ കവർ അഴിച്ച് കഴിയുമ്പോൾ ഇതവസ്ഥയാണ്. അപ്പോൾ അതിൽ 1, 2, 3, 6 സ്ക്രൂ അഴിച്ച് മാറ്റണം. അതിന് LNK ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ടൈപ്പിലുള്ള LNK ഉപയോഗിച്ചിട്ട് അത് അഴിച്ച് മാറ്റാം. ഏറ്റവും ടോപ്പിലുള്ള 3 സ്ക്രൂ അഴിക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇത്. ഇനി അടുത്ത 3 സെറ്റ് സ്ക്രൂ കൂടി അഴിക്കും. ഓയിൽ റീപ്ലേ ചെയ്ത ശേഷം ഉള്ള അവസ്ഥയാണ്. ക്ലീൻ ചെയ്തു. ഇനി ഇതിലൊരു ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് ഉണ്ട്. ആ ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാണ് ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ്. ഇതൊന്ന് ക്ലീൻ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഓയിൽ ചേമ്പർ. കഴിഞ്ഞു. ഇനി സർവോയുടെ 20W40 എഞ്ചിൻ ഓയിൽ ഞാൻ ഫില്ല് ചെയ്യാണ്. ഇത്ര ഇട്ടു. ഇനി ഫുൾ സ്റ്റെപ്പ് ബെയറിംഗ് നമുക്ക് ഇൻസെർട്ട് ചെയ്യണം. ഫുൾ സ്റ്റെപ്പ് ബെയറിംഗ് ഇൻസെർട്ട് ചെയ്തു. ഇനി ഫുൾ സ്റ്റെപ്പ് ബെയറിംഗ് നിറഞ്ഞിരിക്കുന്ന അത്ര ഹൈറ്റിൽ ലെവലായി. ഇനി ഓയിൽ ഫില്ലിങ് കഴിഞ്ഞു. പാർട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതാണ് വെള്ളം അകത്തേക്കും പുറത്തേക്കും വരാനുള്ള പോർട്ട്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ അസംബ്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തീരും. അസംബ്ലി കഴിഞ്ഞു. ഇനി കവർ നമുക്ക് ഇട്ട് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാം. അസംബ്ലി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി വെള്ളം പമ്പ് ചെയ്ത് നോക്കാം. ഓക്കെ ആയിട്ടുണ്ട്. നോ പ്രോബ്ലം. ആവശ്യത്തിന് പ്രഷറും കിട്ടുന്നുണ്ട്. ഓക്കെ.